നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തന്നിഷ്ടപ്രകാരം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് പോയ നിനക്ക് അവളുടെ ഒരു കാര്യത്തിലും ഇടപെടാനുള്ള അവകാശമില്ല. ഇത്രയും കാലം അവളെ വളർത്തിയ എനിക്ക് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാനും അറിയാം. ഈ സ്വഭാവം നീ അവസാനിപ്പിച്ചോ. ഇവരുടെ കല്യാണം നടക്കാൻ പോവാ. അത് കഴിഞ്ഞാലെങ്കിലും അവരെ നീ വെറുതെ വിട്ടോണം. അല്ലെങ്കിൽ വിവാഹത്തിന് സമ്മതമില്ലാത്തവർ അത് മുടക്കാൻ നോക്കും. അവര് രാജുവിനെ മുന്നിൽ നിർത്തി ഇങ്ങനെ ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കും. അല്ല സർ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എത്രയും വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചാൽ മതി. ഇവിടെ വെച്ച് വിവാഹം. അത് കഴിഞ്ഞ് ടൗണിൽ വെച്ച് എല്ലാവർക്കുമായിട്ട് റിസപ്ഷൻ. രാജു, മറ്റന്നാൾ ദീപക്കും ഋതികയുമായിട്ടുള്ള വിവാഹം ഇവിടെ നടക്കും. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കോ. സർ. ആശ്വാസായി. അമ്മയും അമ്മാവനൊക്കെ വിശ്വസെന്നാ തോന്നേ. അമ്മാവൻ വിശ്വസിച്ചാണു. പണ്ട് തൊട്ടേ ഈ പെങ്ങള് പറയുന്നത് വിശ്വസിച്ച അവന് ശീലം. പക്ഷെ എന്റെ പൊന്നു മോനെ, ഈ അമ്മ വിശ്വസിച്ചു എന്ന് നീ കരുതണ്ട. നിന്റെ എല്ലാ കന്നന്തിരിവുകളും മനസ്സിലാക്കിയിട്ട് തന്നെയാ അമ്മ നിന്നെ വിശുദ്ധനായി അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ കുട്ടികളികളും ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിലേ ഈ അമ്മ പോലും നിന്റെ കൂടെ കാണില്ല. ഇപ്പൊ പ്രതാപൻ എല്ലാം വിശ്വസിച്ചു. ആ വിശ്വാസം എപ്പ വേണമെങ്കിലും മാറി മറിയാം. അങ്ങനെ മാറ്റിമറിക്കാൻ ആ രാജു കഴിയുന്നത്ര ശ്രമിക്കും. അതിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കണം. അതുകൊണ്ട് എന്തു പറഞ്ഞിട്ടായാലും ആ ദിവ്യ ഇവിടുന്ന് ഇറക്കി വിടണം. ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ പറഞ്ഞു വിട്ടാ അവളെല്ലാം വിളിച്ചു പറയും. അതുകൊണ്ട് തന്ത്രത്തിൽ സൂത്രത്തിൽ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതിനുള്ള മിടുക്കെങ്കിലും കാണിക്ക്. പുത്രൻ, എന്റെ ജീവിതം നശിപ്പിച്ച ദുഷ്ടപിശാചിന്റെ മകൻ എന്റെ മകളെ വിവാഹം കഴിക്കേ അനുവദിക്കില്ല ഞാൻ. എന്റെ ജീവിതം നശിച്ച പോലെ എന്റെ കുഞ്ഞിന്റെ ജീവിതവും നശിക്കും. ഇല്ല, ഇത് നടന്നുകൂടാ, നടക്കാൻ അനുവദിച്ചുകൂടാ. കല്യാണത്തിന് വലിയ ആർഭാടമൊന്നും വേണ്ട. പക്ഷേ ആൾക്കാർ വരും. വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം.
ഹലോ, ഇത് പത്മാവതിയാ. എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ എന്റെ മകളുടെ കാര്യം പറയാനാ വിളിച്ചത്. ഉം, മോളുടെ വിവാഹമാണെന്ന് പത്രത്തില് വാർത്ത കണ്ടു. ആ വിവാഹം നടന്നുകൂടാ. അത് നടത്തരുതെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അത് പറയാൻ നിനക്ക് അവകാശമുണ്ടോ? അർഹതയുണ്ടോ? വെറും കൈക്കുഞ്ഞായിരുന്നപ്പോ അവളെ ഉപേക്ഷിച്ച് പോയതല്ലേ നീ? മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മ ചെയ്യുന്ന കാര്യമാണോ അത്? തന്നിഷ്ടപ്രകാരം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് പോയ നിനക്ക് അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാനുള്ള അവകാശമില്ല. ഇത്രയും കാലം അവളെ വളർത്തിയ എനിക്ക് അവളെ വിവാഹം കഴിച്ച് കൊടുക്കാനും അറിയാം. ആർക്ക് എപ്പോ അവളെ വിവാഹം കഴിച്ച് കൊടുക്കണമെന്നുള്ളത് അത് എന്റെ തീരുമാനമാണ്. ഞാനത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കും. ഇല്ല, അത് നടക്കില്ല. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാനത് മുടക്കും. ദീപക് എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടില്ല. ഞാനത് അനുവദിക്കില്ല. അപ്പോ അന്ന് അവള് ചത്തില്ലേ? പ്രതാപ, ചേച്ചി അവളുടെ ഭീഷണിയൊന്നും കേട്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. അവൾക്ക് എന്നെ പോലെ ഒരാളെ എന്ത് ചെയ്യാൻ കഴിയും? വെറുതെ ഒരു ഭീഷണി, അത്രയും കരുതിയാ മതി. എനിക്ക് ഭയമൊന്നുമില്ല പ്രതാപ. ആരുടെ തണലിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഭയം ഒട്ടും തന്നെ ഇല്ല. അവിടെ എവിടെയാണെന്ന് അറിയണം. എന്നിട്ട് കൊന്നു തള്ളണം. ചെയ്യും, ഞാൻ ചെയ്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.